എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മറ്റൊരു നടന്ന സംഭവമായിട്ടാണ് ഞാൻ വരുന്നത്. മറ്റൊരു കഥയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ ഉടനെ ചെയ്യാണ്ടിരുന്നത് കൊണ്ട് അവർക്ക് ഉപകാരമുണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഒരു ഉപകാരം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഉപകാരം ചെയ്യാതെ ഇരുന്നപ്പോൾ അവർക്കത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായി തീർന്നു. സാധാരണ നെഗറ്റീവാണ് ആയി തീരേണ്ടത്. അപ്പോൾ പോസിറ്റീവായി ചേർന്ന് വരാം. അതിന് നിസ്സാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ടി വിയിലൊരു പരസ്യം കാണാമായിരുന്നു. ഒരു 3-4 നിലയുള്ള കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ വരാന്തയിൽ ഒരമ്മച്ചി ഫ്രണ്ടിൽ ബെഞ്ചിൽ ഇരുന്ന് വിശ്രമിക്കുവാണ്. അമ്മച്ചിക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മച്ചി അടുത്ത് ഐസ് മാറി ഐസ് തിന്നുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞ് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു വടി തെറിച്ച് താഴെ മുന്നോട്ട് പോയി. ആ വടി ഒന്ന് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. ആ വടി എടുത്ത് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഈ ഐസ് തിന്നുന്നതിൻ്റെ താല്പര്യം കൊണ്ട് ആ വടി എടുത്ത് കൊടുക്കാനായിട്ട് താമസിച്ചു. അമ്മച്ചിക്ക് അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എന്നോർത്തൊരു പെട്ടെന്നൊരു ദേഷ്യം വന്നു. ഈ അമ്മച്ചി ഈ വടി എടുക്കാനായിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഈ അമ്മച്ചി എഴുന്നേറ്റ് പോയ ഉടനെ തന്നെ ഈ മുകളിൽ 3-4 കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എൻ്റെ പാരപ്പറ്റിൻ്റെ കുറേ ഭാഗം അടന്ന് താഴത്തേക്ക് വന്ന് വീഴുവാണത്. ഈ വീഴുന്നത് നേരെ ഈ അമ്മച്ചി ഇരുന്ന ഈ ബെഞ്ചിലാണ് വന്ന് വീഴുന്നത്. ഈ ബെഞ്ച് തകർന്ന് അവിടെ എല്ലാം തകർന്ന് നാശമായിപ്പോയി. അപ്പോൾ അന്നേരത്തേക്ക് അമ്മച്ചി അന്തം വിട്ട് നോക്കുവാണ്. എന്താ? അമ്മച്ചി പറഞ്ഞ ഉടനെ തന്നെ ആ ചെറുക്കൻ ഐസ് തിന്നുകൊണ്ടിരുന്ന ആ ചെറുക്കൻ അന്നേരം ആ താഴെ പോയ ഊന്നുവടി എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ അമ്മച്ചി അവിടെ തന്നെ ഇരിക്കും. ഈ അമ്മച്ചിയുടെ തലയിലേക്ക് വന്ന് വീഴും. അമ്മച്ചിയുടെ കാര്യം പോക്ക്. അപ്പോൾ അവിടെ ആ ചെറുക്കൻ അന്നേരം ഉപകാരം ചെയ്യാണ്ടിരുന്നത് കൊണ്ട് അമ്മച്ചി രക്ഷപ്പെട്ടു. അത് നമ്മൾ പരസ്യത്തിൽ കാണുന്നതിൻ്റെ ചുരുക്കമാണ് ഞാൻ പറയും. ഇതുപോലെ തന്നെയാണ് എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ അടുത്തുള്ളൊരു സുഹൃത്ത്, പാതിരാത്രിക്ക് വിരിയുന്ന ഒരു പൂവുണ്ട്. നല്ല പാരിജാതം. പാതിരാത്രിക്കാണ് അത് വിരിയുന്നത്. അത് ആ വിരിയുന്ന സമയം പൂക്കൾ ഏകദേശം എൻ്റെ മൊട്ടുമൊട്ടായിട്ട് വന്നതിന് ശേഷം അത് രാത്രി 11 മണി 12 മണി 1 മണി രാത്രി സമയത്താണത് വിടരുന്നത്. അപ്പോൾ ഈ നിശാഗന്ധി എന്ന് പറയുന്ന ഈ ഒരു പുഷ്പം വളരെ വിരളമായിട്ടൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ളത്. അത് നമ്മൾ രാത്രി സമയത്താണ് അത് പൂക്കുന്നുള്ളതാണ്. പൂത്തു കഴിഞ്ഞാൽ നല്ല മണവും വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ചയാണത്. അതിനു വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ രാത്രി സമയത്ത് ഉറക്കം ഇളച്ചിരുന്ന് നമ്മൾ വെയിറ്റ് ചെയ്തത് കാണുകയാണെങ്കിൽ അത് വിരിഞ്ഞു വരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ നിശാഗന്ധി പൂത്ത് വരുവാണ്. എന്നോട് പറഞ്ഞു നിശാഗന്ധി പൂവുണ്ട്, അത് വിരിഞ്ഞു വരും എന്നാന്നുള്ളത് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. യൂട്യൂബിൽ നിശാഗന്ധി വിരിയുന്നതിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്യാമറയും ലൈറ്റുമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് ഇരുന്നിട്ട് ഇത് വിടർന്നു വരുന്നൊരു ഭാഗം നമുക്ക് യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാണെങ്കിലും ഓരോ രാത്രി എപ്പോഴാണ് വിരിയുന്നു അവരും ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും അവർ കുടുംബവും നോക്കിക്കൊണ്ടിരുന്നു. അപ്പം നോക്കിക്കൊണ്ടിരുന്നു എന്നോട് പറഞ്ഞു വിളിച്ചേക്കാമെന്നാണ് പറഞ്ഞത്. ഈ കറക്റ്റ് സമയത്തിന് ഇവർ വിളിച്ചു. എന്തോ അസൗകര്യം കൊണ്ട് എന്നെ കിട്ടിയില്ല. ഈ കാര്യം അങ്ങോട്ടേക്ക് വിരിയാറായോ എന്നുള്ളത് ഞാൻ ചോദിച്ചുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് അത് വിരിയുന്ന സമയത്ത് വരണം, വന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണം, അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം, യൂട്യൂബിൽ ചെയ്യണം. നല്ലൊരു കാഴ്ചയാണ്, വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും എത്തണമെന്ന് പറഞ്ഞു. ഞാൻ എത്താമെന്നും പറഞ്ഞു. ഇവർ ഈ പൂ വിടരാൻ വേണ്ടി തുടങ്ങി അന്നേരം തന്നെ എന്നെ വിളിച്ചു. എന്നെ കിട്ടിയില്ല. എനിക്ക് അങ്ങോട്ട് വിളിക്കാനും പറ്റിയില്ല. എങ്ങനെ രാത്രിയിലല്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോയി കാണുമായിരിക്കും. എങ്ങനെയാണല്ലോ അവർ വിരിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടാൻ ഞാൻ ചെല്ലാനും ഒക്കെ താമസം വന്നപ്പോൾ അവർക്ക് തോന്നി എന്നാൽ ഇതെന്തിനാണ് വേറൊരാളെ ഏൽപ്പിക്കുന്നത്? നമ്മൾ തന്നെ എടുത്താൽ എന്താണ് കുഴപ്പം? തന്നെത്താൻ എടുത്തിട്ട് ഈ പൂവിൻ്റെ കാര്യം തന്നെത്താൻ എടുത്തിട്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ എന്താ? അങ്ങനെ ഒരു ആശയം പെട്ടെന്ന് അവർക്കുണ്ടായി. ആശയം എന്തുണ്ടായത്? ഞാൻ ചെന്ന് എൻ്റെ പൂക്കൾ വിടർന്നതിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് സമയത്തിന് എല്ലാം പറ്റിയില്ല. അപ്പോൾ അവർക്ക് ചെറിയൊരു വിഷമം, വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് ഇത് തന്നെ ചെയ്താൽ എന്താണ്? അങ്ങനെ അവർ ചെയ്ത് നമ്മൾ ഈ കാണുന്നുണ്ടോ? ഇതാണ് അവരുടെ ചാനൽ. ആ നിശാഗന്ധി പൂക്കുന്ന പടമാണ് അവരുടെ യൂട്യൂബിൽ ആദ്യമായിട്ട് അവർ ഇട്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ മുതൽ ഇവർ തുടക്കം ആരംഭിച്ചു. അങ്ങനെ ഒരു പുതിയ യൂട്യൂബ് അംഗവും കൂടെ
നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുകയാണ്. അതേ തുടർന്ന് നല്ല അടിപൊളി പ്രോഗ്രാമുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ താഴത്തോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്. അല്ല, ആദ്യത്തെ ഒന്നും ശബ്ദമൊന്നും കൊടുത്തിട്ടില്ല അവർ. ആദ്യത്തെ ശബ്ദമൊന്നും കൊടുക്കാണ്ട് ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും അങ്ങനെയാണ്. ഞാൻ തുടങ്ങിയപ്പോഴും അങ്ങനെയാണ്. ആദ്യം ശബ്ദമൊന്നും കൊടുത്തിട്ടില്ല. ആ കിട്ടുന്ന അതേപടി എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. മനോഹരമായ രീതിയിൽ നിശാഗന്ധി പൂത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ രണ്ടാമത് തന്നെ അവരുടെ ഫാമിലി കുട്ടികളും ഒക്കെ ആയിട്ടുള്ളത് വീണ്ടും ഇട്ടു. ആദ്യമൊക്കെ ഇടുമ്പോഴത്തേക്ക് ചെറിയ കുറവുകൾ, കുഞ്ഞു കുറവുകൾ വരും കേട്ടോ, ഒന്നും കാര്യമാക്കേണ്ടത്. ഇപ്പോൾ അവർ ഫാമിലി ആയിട്ട് തന്നെ അല്ല എൻ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങിയിരിക്കുവാണ്. ആ ചാനലിൻ്റെ പേരാണ് ഈ കാണുന്ന ചാനൽ. നമ്മൾ അടിപൊളിയായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കാണുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കത് തുടങ്ങാനിടയായതെന്താ? ആ സമയത്ത് ഇവർ പറഞ്ഞ സമയത്ത് എനിക്ക് ചെന്ന് വീഡിയോയും മറ്റും എടുത്തിരുന്നുവെങ്കിൽ അവർക്കങ്ങനെ ചാനൽ തുടങ്ങാൻ പറ്റൂലായിരുന്നു. ആ വീഡിയോ ഞാൻ കൊണ്ടുവന്നിടും, അവർക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോയോ ഫോട്ടോ എടുക്കാൻ ചെല്ലാണ്ടിരുന്നുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് തന്നെ തുടങ്ങിക്കൂടാ എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ട് അവർക്ക് അങ്ങനെ ഒരു നല്ലൊരു ഗുണം ഉണ്ടായി. അവർക്ക് തന്നെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റി. അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ട് അവർ ഭാര്യയും മക്കളും എല്ലാവരും തന്നെ അതിനകത്ത് സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള അഭിനയവും കാര്യങ്ങളും നല്ല ടിപ്സും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ഹാസ്യപരമായ രീതിയിൽ അവർ തുടങ്ങിയിരിക്കുന്ന ചാനലാണിത്. നിങ്ങൾ കാണണം. അപ്പോൾ ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും അത് ഓരോരുത്തർക്കും അത് നല്ല ഉപകാരമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഗുണമായിട്ട് വരുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഈ കാണുന്ന ചാനൽ. ഈ ചാനൽ അങ്ങനെ തുടങ്ങിയതാണ് അല്ലേ, സമയത്തിന് എല്ലാം പറ്റാനാണ്. അപ്പോൾ ഈ ഒരു നല്ലൊരു ചാനൽ നിങ്ങൾക്കും കാണാം. അപ്പോൾ ഇത് എൻ്റെ ചെറിയൊരു കഥയായിട്ടാണ് വരുന്നത്, നടന്നൊരു സംഭവമായിട്ടാണ് വരുന്നത്. ആ ചാനൽ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും അതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ എൻ്റെ താഴെ ഇടാം. എങ്ങനെയാണെങ്കിലും അന്നത്തെ ആ അനുഭവം കൊണ്ട് ഒരു പുതിയ ചാനൽ തുടങ്ങിയ മധുസാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുവാണ്. അതുകൂടാണ്ട് ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർക്കെൻ്റെ എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ വീഡിയോ കാണാം. ഈ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ. നീ ഏതാടി എൻ്റെ വണ്ടിക്കകത്ത് കയറിയിരിക്കാൻ? എൻ്റെ പേരെന്നാ? ഞാൻ എൻ്റെ പേര് കാത്തു. കാറ് തുപ്പിയോ? നോക്കട്ടെ. കാറ് തുപ്പിയോ? കാറും ബൈക്കൊന്നും തുപ്പിന്നല്ല ഞാൻ പറഞ്ഞേ, പിന്നെ എന്റെ പേരാ പറഞ്ഞേ. ഓ, കാറ് തുപ്പി.